ചേട്ടാ, തൃശ്ശൂർ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാരണം തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം മത്സരിക്കുന്നത് UDF വേണ്ടിയിട്ട് രാജൻ കെ പല്ലനും, LDF വേണ്ടിയിട്ട് ആലങ്കോട് ലീലാകൃഷ്ണനും, NDAക്ക് വേണ്ടിയിട്ട് പത്മജ വേണുഗോപാലാണ്. പക്ഷെ അതിലെ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് 2021 മത്സരിക്കുന്ന സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും തൃശ്ശൂർ ഈ തെരഞ്ഞെടുപ്പിൽ BJP കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്? എന്തായിരിക്കും അവിടുത്തെ ഒരു സ്ട്രാറ്റജി? അതായത് തൃശ്ശൂർ കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ UDF സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, അല്ലേ? സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ബാലചന്ദ്രനാണ് തൃശ്ശൂരത്തെ മറ്റേ CPIയുടെ LDFന്റെ സ്ഥാനാർത്ഥി. ഒരിക്കലും ബാലചന്ദ്രൻ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചത് പോലുമില്ല. എന്നിട്ട് ബാലചന്ദ്രൻ വെറും നിസ്സാര വോട്ടിന്, ഏതാണ്ട് 1000 വോട്ടിനകത്താണ് ബാലചന്ദ്രൻ വിജയിക്കുന്നത്. എന്തുകൊണ്ട് അത് ബാലചന്ദ്രൻ വിജയിച്ചു എന്ന് വെച്ചാൽ, പത്മജ വേണുഗോപാലിന് കിട്ടാനുള്ള കുറേയധികം UDFന്റെ വോട്ട് കൂടി സുരേഷ് ഗോപി കൊണ്ടുപോയി. പത്മജ വേണുഗോപാലിന് കിട്ടേണ്ട വോട്ടായിരുന്നു, അത് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കൊണ്ടുപോയപ്പോഴത്തേക്കും CPIക്ക് പൊതുവെ വളക്കൂറുള്ള മണ്ണായ തൃശ്ശൂർ ബാലചന്ദ്രൻ ജയിച്ചു. ഇത്തവണ ബാലചന്ദ്രൻ മത്സരത്തിനില്ല. ബാലചന്ദ്രൻ സഭയിലെ നല്ലൊരു സാമാജികനൊക്കെ ആയിരുന്നു ബാലചന്ദ്രൻ. അപ്പോൾ ഇത്തവണ വരുന്നത് രാജൻ ജെ പല്ലനും ആലങ്കോട് ലീലാകൃഷ്ണനും പത്മജ വേണുഗോപാൽ മാറുകയാണ്, രാഷ്ട്രീയം മാറുകയാണ്. അവരെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോവുകയാണ്. അപ്പോൾ BJPയിലേക്ക് അവർ പോയത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങ് ഒരു വോട്ട് ഷെയർ ഒന്നും BJPക്ക് അവിടെ കിട്ടും. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 40,457 വോട്ടുകളാണ്. നമ്മൾ അവിടുത്തെ കഴിഞ്ഞ തവണത്തെ 2021 ഒരു തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ P ബാലചന്ദ്രന് കിട്ടുന്നത് 44,263 വോട്ടുകളാണ്. പത്മജ വേണുഗോപാലിന് കിട്ടുന്നത് 43,317 വോട്ടുകളാണ്. സുരേഷ് ഗോപി കിട്ടുന്നത് 40,457 വോട്ടുകളാണ്. ഏകദേശം 3 സ്ഥാനാർത്ഥികൾ 40,000 മേൽ വോട്ട് എല്ലാവരും പിടിച്ചിട്ടുണ്ട്. അതിൽ 1000 വോട്ട് കൂടുതൽ ബാലചന്ദ്രനായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം ജയിക്കുന്ന ഒരു സാഹചര്യമായി. അപ്പം BJPയിലേക്ക് വരുമ്പോൾ ഈ പത്മജ വേണുഗോപാലിന് കിട്ടിയിരുന്ന വോട്ടുകൾ ഇപ്രാവശ്യം അത് BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, സുരേഷ് ഗോപിക്ക് കിട്ടിയിരുന്ന വോട്ടുകളോ? അല്ല, ഓൾറെഡി BJP കിട്ടിയ വോട്ടുകളുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ തവണ UDFന് പത്മജ വേണുഗോപാലിന് കൊടുത്തിരുന്ന വോട്ടുകൾ അത് ഒരിക്കലും പോകാൻ സാധ്യതയില്ല. UDFന്റെ വോട്ട് UDFന് തന്നെ വരും. കാര്യം പത്മജയോട് അങ്ങനെ അത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ UDFന്റെ ആളായിട്ട് പത്മജ ജയിച്ചേനെ. പത്മജയോട് അവിടുത്തെ ആൾക്കാരുടെ പാലം വലിച്ചിട്ടാണ് താൻ തോറ്റുപോയതെന്ന് പത്മജ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് എന്തായാലും UDFന്റെ വോട്ടൊന്നും പോകാൻ സാധ്യതയില്ല. അവിടെ പത്മജയ്ക്ക് BJPയുടെ ഈ പറയുന്ന പോലെ BJPക്ക് കിട്ടാനുള്ള വോട്ട് വ്യക്തമായിട്ട് കിട്ടുക, നിഷ്പക്ഷ വോട്ടുകൾ മാറുക. എനിക്ക് തോന്നുന്നില്ല പത്മജ ഇത്തവണയും ക്ലച്ച് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവിടെ ശരിക്കും മത്സരം ആലങ്കോട് ലീലാകൃഷ്ണനും രാജൻ പല്ലനും തന്നെ തമ്മിലായിരിക്കും. രാജൻ ജെ പല്ലൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ മത്സരം വരാൻ പോകും. പക്ഷേ കൂടുതലും സർവേകളൊക്കെ പ്രവചിക്കുന്നത് അവിടെ BJPക്ക് വരാനാണ് സാധ്യത. ഏത് രീതിയിലാണ് വോട്ട് തന്നെ പോകുന്നതാണോ? അല്ല, പത്മജ വേണുഗോപാൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഈ എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർഡം എന്ന രീതിയിലും കുറെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പത്മജയ്ക്ക് ആ ഒരു വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? കാര്യം കോൺഗ്രസ് വോട്ട് ഒരിക്കലും മാറിപ്പോകില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം, സുരേഷ് ഗോപി ഇവിടെ കിടന്ന് പണിയെടുത്തിട്ടുണ്ട്. കാരണം തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കൊടുത്തില്ല. പക്ഷേ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അവിടെ BJPയുടെ ശക്തി കേന്ദ്രമായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളും BJPക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ BJPക്ക് ഉള്ള വോട്ടുകൾ, അതായത് രാഹുൽ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയ 40,000 വോട്ടും പത്മജിക്ക് കിട്ടുകയും പിന്നെ അധികമുള്ള വോട്ട് എവിടെ നിന്നായിരിക്കും പറഞ്ഞത്? അധികമുള്ളത് കോൺഗ്രസിൽ നിന്നോ LDF നിന്നോ. ഇപ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ BJPക്ക് CPMന്റെ വോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അങ്ങനെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇപ്പോ നമുക്കറിയാവുന്നതുപോലെ 2000 വോട്ട് മാറിയാൽ മതി. പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ BJP CPM ഡീലുണ്ട് എന്നാണ്. പല മണ്ഡലങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഡീല് തൃശ്ശൂർ നടക്കുന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ജയിച്ചുകൂടെ? അല്ല, അങ്ങനെ ഡീൽ അല്ലെങ്കിലും ഇപ്പൊ കേൾക്കുന്നത് ഈ ഭരണം കഴിയുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ CPMൽ നിന്ന് ആൾക്കാർ പോകാൻ പോകുന്ന BJPയിലേക്ക് എന്നാണ്.
ഏതോ ഒന്ന് രണ്ട് താത്വിക ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില ചിന്തകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പിന്നെ CPM നിന്ന് പോകുന്നത് കോൺഗ്രസിലേക്ക് ആയിരിക്കില്ല, BJP-യിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ വോട്ട് മറിയാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ അവിടെ മേയർ, ഇപ്പൊ കൗൺസിൽ ഇലക്ഷൻ തന്നെ കണ്ടില്ലേ, മേയർ ആരായിരുന്നു? അവർ സ്വതന്ത്രനായ ഒരാളല്ലേ അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് ഈ പറയുന്ന പോലെ പിന്നെ ഇപ്പൊ സുരേഷ് ഗോപി കിട്ടിയ വോട്ട് തന്നെ നോക്ക്. സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് കിട്ടിയത്? സുരേഷ് ഗോപി തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഈ 1 ലക്ഷം വോട്ടിന് ജയിച്ചത്. എന്തുകൊണ്ട് കിട്ടിയത്? അത് സിനിമാ നടൻ എന്നുള്ള ഒരു ഇതും നിഷ്പക്ഷ വോട്ടുകളും അദ്ദേഹത്തിന് വന്നത്. ക്രിസ്ത്യൻ വോട്ട് മെജോറിറ്റി ആയിട്ട് സുരേഷ് ഗോപിക്ക് പോയില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രാജൻ ജെ പല്ലൻ എന്ന് പറയുന്ന ആള് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വോട്ട് കണക്കാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ട് വന്നു കഴിയുമ്പോൾ ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഇറക്കുമതിയാണ്, CPI-യുടെ ഇറക്കുമതിയാണ്. അദ്ദേഹം ഒരു എന്താ പറയാ ഒരു കവിയം കണ്ടാണ്, ഇടത് ചിന്തകൻ, ഒരു കവി. ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് ആലങ്കോടന് അങ്ങനെ വലിയ ഓട്ടൊന്നും കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. ആലങ്കോടന് അവിടെ വെറുതെ അദ്ദേഹം എല്ലാവരെക്കാളും മുമ്പേ അവിടെ പ്രചരണത്തിന് ഇറങ്ങി. പക്ഷെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു വാഗ്മിയായിരുന്നു, സംസാരിക്കാനൊക്കെ മിടുക്കനായിരുന്നു. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് തൃശ്ശൂർ സുനിൽകുമാറിനെയൊക്കെ പരിഗണിച്ചാണ്. പക്ഷെ അവസാന നിമിഷം ആലങ്കോട് ലീലാകൃഷ്ണനിലേക്ക് എത്തിപ്പെടുകയായിരുന്നു CPI. അപ്പോ അവിടെ നമുക്കറിയാം തൃശ്ശൂര് എന്ന് പറയുന്നത് അല്ല, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരമൊക്കെ അത്രത്തോളം ഫേമസ് ആണ്, ശക്തന്റെ മണ്ണാണ്. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ, കോൺഗ്രസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു, അടിയും പിടിയും ഉണ്ടാകുന്നു. DCC പ്രസിഡന്റിനെ മാറ്റുന്ന ഒരു സാഹചര്യം, സസ്പെൻഡ് ചെയ്യുന്നു. കൂടാതെ തന്നെ മുരളീധരൻ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നു. ഈ സംഘർഷങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ ആ സംഘർഷങ്ങൾക്ക് ശേഷം അത് മാറിയിട്ടുണ്ടാവും? കോൺഗ്രസിനകത്തുള്ള ആ പടലപ്പിണക്കൊക്കെ മാറിയിട്ടുണ്ടാവും. കാര്യം നമ്മൾ കണ്ടല്ലേ, എങ്കിൽ പിന്നെ റിബലൊക്കെ വരേണ്ടതല്ലേ, റിബൽ വരണം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിനുശേഷമാണ് പത്മജ വേണുഗോപാലിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഒക്കെ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പായ സമയത്ത് തന്നെ പത്മജ വേണുഗോപാൽ BJP-ക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ലീഡർ K കരുണാകരന്റെ മകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ജനങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാവില്ല. ഇപ്പം മുരളീധരനെ കേരളത്തിൽ എവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ വോട്ടുകൾ വാങ്ങിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പത്മജ വേണുഗോപാലിനും കുറേ പോക്കറ്റുകൾ കാണില്ലേ, അങ്ങനെ സ്വാഭാവികമായിട്ടൊരു വോട്ട് വരാനുള്ള സാധ്യതയില്ലേ? അതുണ്ടാവും. പത്മജ വേണുഗോപാൽ ലീഡറിന്റെ മകൾ എന്ന രീതിയിലുള്ള വോട്ട് വരും. പക്ഷെ അത് കോൺഗ്രസ്സുകാരെ വോട്ടായിരിക്കണമെന്നില്ല. പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ലീഡറുടെ മകൾ എന്ന രീതിയിൽ വരാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ രാഹുൽ, നമ്മൾ അന്ന് കണ്ട അന്തരീക്ഷം മാറിയിട്ടുണ്ട്. കാര്യം തൃശ്ശൂര് ശരിക്കും പ്രതാപൻ ചുവരെഴുത്ത് വരെ നടത്തിയതാണ്. എന്നിട്ടാണ് മുരളീധരൻ അവിടെ കൊണ്ടാക്കുന്നത്. അതിനി പ്രതാപൻ പിറകിൽ നിന്ന് കളിച്ചില്ലെന്ന് ആർക്കറിയാം? മുരളീധരൻ ആരെല്ലാം പേര് പറഞ്ഞു അല്ലേ? ഞാൻ പറയുന്നത് ലോക്സഭയിലെ കാര്യമാണ്. എന്നിട്ട് അവിടെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് ആ അന്തരീക്ഷം ആകെ കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നില്ലേ? അതിപ്പം മാറിയില്ലേ? മാറി അവിടുത്തെ അവരുടെ ആ പറയുന്നവരുടെ എല്ലാം വിരോധിയായിരുന്നല്ലോ ഈ പത്മജ. അവിടുന്ന് പോവുകയും ചെയ്തു. പത്മജ പോയി കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ CPM-ന്റെ വോട്ട്, ഫ്ലോട്ടിംഗ് വോട്ട്, ഒന്നിലും പെടാത്തവരുടെ വോട്ട്, വലിയ നേതാവിന്റെ മകളെന്ന രീതിയിൽ കോൺഗ്രസ്സുകാരല്ലാത്തവരുടെ വോട്ട്, അങ്ങനെയാണെങ്കിൽ പത്മജ എനിക്ക് തോന്നുന്നില്ല. പത്മജ രാജൻ കെ പല്ലൻ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? അല്ല, രാജൻ കെ പല്ലൻ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ വോട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു ഇതാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആ കുടുംബ പേരൊക്കെയാണെന്നുണ്ട് ഈ രാജൻ ജെ പല്ലൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. തൃശ്ശൂർ അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ ക്രിസ്ത്യൻ വോട്ട് ഒരു 1-2 സമുദായങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ എല്ലാം വോട്ട് ഇദ്ദേഹത്തിന് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ചിത്രത്തിൽ ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ ഒന്നും അല്ലാതെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് ചിത്രം മത്സരം ഇവർ തമ്മിലായിരിക്കും, മത്സരം NDA-യും UDF-ഉം തമ്മിലായിരിക്കും. അതായത് പത്മജ എന്ന പഴയ കോൺഗ്രസ്സുകാരിയും ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിലായിരിക്കും മത്സരം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അവസാനം ലാപ്പ് എത്തുമ്പോഴത്തേക്കും ഈ രാജൻ ജെ പല്ലൻ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഒരു അട്ടിമറി വിജയമായിരിക്കും അവിടെ സംഭവിക്കാൻ. അങ്ങനെയെങ്കിൽ രാവിലെ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ബാലേന്ദ്രൻ ജയിച്ചതുപോലെ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. എനിക്ക് BJP ജയിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ഒരിക്കലും എനിക്ക് വിശ്വാസം വരുന്നില്ല. കാര്യം പത്മജ നിന്നാലും ജയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാര്യം അതൊരു ലീഡറുടെ മണ്ഡലമാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. പത്മജയെ നിർത്തിയത് തന്നെ താല്പര്യമില്ലാതെ കോൺഗ്രസ്സുകാർ തന്നെ പാലം വലിച്ചല്ലേ. ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് കിട്ടും, കൃത്യമായി കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട് കിട്ടും. പത്മജയ്ക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് അവരുടെ അച്ഛനെ ഇഷ്ടപ്പെടുന്നവരോ BJP വോട്ടോ കുറച്ച് CPM വോട്ടോ പോവുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ് ജയം
കോൺഗ്രസിനായിരിക്കും. കാര്യം തൃശ്ശൂർ കോൺഗ്രസിന്റെ മണ്ണാണ്. അപ്പൊ അതായത് അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ലാപ്പിലേക്ക് വരുമ്പോഴത്തേക്കും രാജൻ ജെ പല്ലൻ വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു.